കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ വളരെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് കേട്ടത്. കർത്താവിൻ്റെ ദാസൻ തങ്കുബ്രദറിലൂടെ കർത്താവ് നമ്മളോട് നേരിട്ട് സംസാരിക്കുകയല്ലായിരുന്നു. വാസ്തവത്തിൽ ഹൃദയത്തിൽ തീ പിടിച്ചു. കർത്താവിന് വേണ്ടിയിട്ട് ഓടുവാൻ, അവൻ നമുക്ക് ചെയ്ത നന്മകളെ ഓർത്താൽ എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, അവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ആ സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ എങ്ങനെ അടങ്ങിയിരിക്കുവാൻ കഴിയും, അല്ലേ? ഇന്ന് ആ സന്ദേശത്തിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ സന്ദേശം ഞാൻ കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വാസ്തവത്തിൽ തീ പിടിച്ചു. കർത്താവിന് വേണ്ടി കൂടുതൽ ഓടുവാൻ, കർത്താവിന് വേണ്ടി എരിവോടെ എരിയുവാൻ ഉള്ളൊരു തീരുമാനം എൻ്റെ ഹൃദയത്തിലുണ്ടായി. അപ്പോസ്തലനായ പൗലൂസ് പറയുന്നത് പോലെ, ആ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ, വാസ്തവത്തിൽ യേശുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ ഏറ്റെടുത്ത, യേശുവിൻ്റെ സന്ദേശം, ദൗത്യം ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരു വ്യക്തിയുടെ വാക്കുകളാണ്. ഇന്ന് ഈ സന്ദേശം നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും, ചിന്താഗതികളെ മാറ്റിമറിക്കും. നമുക്ക് ഈ സന്ദേശം പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. The chosen and appointed one. നാം തിരഞ്ഞെടുക്കപ്പെട്ട നിയമിക്കപ്പെട്ട വ്യക്തിയാണ്. That is why we are called co-worker with him. അതുകൊണ്ടത്രേ നാം അവനോട് കൂട്ടുവേലക്കാരെന്ന് വിളിക്കപ്പെടുന്നു. Now I want to ask you a question. ഇന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. What if the co-worker sits home in his cozy condition? ആ ഒരു കൂട്ടുവേലക്കാരൻ എങ്ങനെയാ വീട്ടിനകത്ത് സുഖേന ഇരിക്കുന്നത്? Some people are giving excuses after excuses. ചിലർ ക്ഷമാപണങ്ങൾ, ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Those many have lost that vision of winning souls and have looking into themselves how to make their life secure. ആത്മാക്കളെ നേടുന്ന ആ മഹാദർശനം വിട്ടിട്ട് എങ്ങനെ സ്വന്തം കാര്യങ്ങളെ നോക്കി ചിലർക്ക് ഇരിക്കുവാൻ കഴിയുന്നു? But you are sent, my dear. നിങ്ങളെ അയക്കപ്പെട്ടവനാ പ്രിയ സ്നേഹിത. You are sent with an urgent call. വളരെ നിർബന്ധമുള്ള വേഗത്തിൽ ചെയ്യേണ്ട ഒരു വിളിയുമായിട്ട് നിന്നെ വിളിച്ചിരിക്കുക. This is not an option, necessity. ഇതൊരു തെരഞ്ഞെടുപ്പല്ല, ഇതൊരു നിർബന്ധമത്രേ. It is a necessity. ഇതൊരു നിർബന്ധമത്രേ. Hallelujah. Hallelujah. You want something to happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. Money, you want this, you want that, you want that. നിങ്ങൾക്ക് പണം വേണം, ഇത് വേണം, അത് വേണം. Hallelujah. Hallelujah. I have a wisdom for you. ഞാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധി ഉപദേശിക്കാം. Go. പോക. Go. പോക. Go. പോക. Go. പോക. The more you go, നിങ്ങൾ കൂടുതൽ പോകുമ്പോൾ heaven will be responsible for everything else. നിന്റെ സകല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം സ്വർഗ്ഗം ഏറ്റെടുക്കും. Everything else. സകലത്തിന്റെയും ഉത്തരവാദിത്വം. I can assure you one thing. ഞാൻ ഒരു കാര്യം ഉറപ്പായി പറയാം. I know for sure. എനിക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം. When Jesus said go, യേശു പോക എന്ന് പറഞ്ഞാൽ, with that go, ആ പോക എന്ന വാക്കിനോട് he കൂടെ said like this. അവൻ ഇങ്ങനെ പറഞ്ഞു, I am responsible for everything that happens to you or your generation. നിനക്കോ നിന്റെ തലമുറയ്ക്കോ സംഭവിക്കുന്ന സകല കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയാ. Hallelujah. Hallelujah. You want someone to arise, hear the call and go. ആരെങ്കിലും ഒരാൾ ആ വിളി കേട്ടൊന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ. In the Old Testament, പഴയ നിയമത്തിൽ there was a man called Moses. മോശെ എന്ന ഒരു വ്യക്തി He ഉണ്ടായിരുന്നു. was leading the Egyptians, the Israel from Egypt. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് താൻ നയിച്ചു കൊണ്ടുവരികയാണ്. In between he died. അതിനിടയിൽ താൻ മരിച്ചു. And the whole 2 million people are looking what will happen. 20 ലക്ഷം ജനവും നോക്കി ഇനി എന്ത് സംഭവിക്കും? In the middle of the desert, മരുഭൂമിയുടെ മധ്യത്തിൽ they have left the Egypt and now they were promised a land, but now their leader is gone. മിസ്രൈം
ദേശത്ത് നിന്ന് അവർ പുറപ്പെടുകയും ചെയ്തു. വാഗ്ദത്ത ദേശത്തോട്ട് എത്തിയുമില്ല. എന്നാൽ ഇതാ അവരുടെ നേതാവ് മരിച്ചും പോയിരിക്കുന്നു. Hallelujah. Hallelujah. Now there is a word coming for a man. ഇപ്പോൾ ഒരു മനുഷ്യനോട് ഒരു വാക്ക് വരുന്നു. Oh Joshua. ഓ യോശുവ, Come on, arise. നീ എഴുന്നേൽക്ക്. Go. പോക. Go. പോക. God did not say go back. ഓ ദൈവം പുറകോട്ട് പോ, മടങ്ങിപ്പോ എന്ന് പറഞ്ഞില്ല. Hallelujah. Hallelujah. My Moses is dead, so go back to Egypt. എന്റെ മോശ മരിച്ചുപോയി, ഇനി നിങ്ങൾ മിസ്രൈമിലേക്ക് തന്നെ മടങ്ങിക്കോ. No, he said go. ഇല്ല താൻ പറഞ്ഞു പോക. Joshua had no experience. യോശുവയ്ക്ക് പ്രവൃത്തി പരിചയമൊന്നുമില്ല. He does not know what to do. ഇനി എന്താ ചെയ്യേണ്ടെന്ന് തനിക്ക് അറിയുമില്ല. All of a sudden the mantle has come on him. പെട്ടെന്ന് ഒരു നിമിഷം തന്റെ മേലെ പുതപ്പ് വീണു. And God says, അപ്പോൾ ദൈവം പറഞ്ഞു, only be strong. നീ ധൈര്യപ്പെടുവീ. Only be strong. നീ ശക്തനാകുവീ. I command you to be strong. നീ ശക്തനാകാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. I am commanding you, don't be afraid. Strong. നീ ഭയപ്പെടുകയല്ല, നീ ധൈര്യപ്പെട്ട് ശക്തി പ്രാപിപ്പീൻ ഞാൻ കൽപ്പിക്കുന്നു. Hallelujah. Hallelujah. Oh, Joshua is again shivering. ഓ യോശുവയെ പിന്നെയും വിറയ്ക്കുവാൻ തുടങ്ങി. Second promise. രണ്ടാം വാഗ്ദത്തം, Wherever the sole of your feet shall stamp, I will give it to you. നിന്റെ ഉള്ളം കാൽ ചവിട്ടുന്നിടമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായി തരും. Joshua is afraid. ഓ യോശുവയ്ക്ക് ഭയമാ. Then God says, അപ്പോൾ ദൈവം പറഞ്ഞു, I am guaranteeing you, ഞാൻ നിനക്ക് ഉറപ്പ് തരികയാ, in your whole lifetime, നിന്റെ ജീവിതകാലമൊക്കെയും no man will be able to stand before you. നിനക്ക് മുമ്പായി ഒരു മനുഷ്യൻ പോലും നിൽക്കയില്ല. No man will be able to stand before ഒരു you. മനുഷ്യനും നിന്റെ മുമ്പായി നിൽക്കാൻ കഴിയുകയില്ല. Go. പോക. Go. പോക. Go. പോക. Joshua is still afraid. ജോഷുവയ്ക്ക് പിന്നെയും ഭയമാ. Oh, Joshua is still afraid. ജോഷുവയ്ക്ക് പിന്നെയും ഭയമാ. Again God says, വീണ്ടും ദൈവം പറയുന്നു, be strong. ശക്തി പ്രാപിക്കാം. Command you. ഓ ഞാൻ കൽപ്പിക്കുന്നു. I'm telling you, ഞാൻ നിന്നോട് പറയുന്നു, I will never leave you nor forsake ഞാൻ you. നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. Hallelujah. Hallelujah. Again he is afraid. വീണ്ടും തനിക്ക് ഭയമാ. Oh, look at God. ഓ ദൈവത്തെ നോക്ക്. How God, when he chooses someone, gives a promise which is so big that he may move forward. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ അവൻ എത്രമാത്രം വലിയ വാഗ്ദത്തങ്ങളാണ് കൊടുക്കുന്നത്, അവൻ എഴുന്നേറ്റൊന്ന് മുമ്പോട്ട് പോകുവാൻ. Hallelujah. Hallelujah. Finally God says, അവസാനം ദൈവം പറഞ്ഞു, Joshua, യോശുവയെ, with all this promise, ഈ വാഗ്ദത്തങ്ങളെല്ലാം കൊണ്ട് one more promise I'm giving ഒരു you. വാഗ്ദത്തം കൂടെ തരികയാ. My presence will go with you. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടാകും. Hallelujah. Hallelujah. I'm telling you something. ഞാൻ ഇന്ന് നിങ്ങളോടൊന്ന് പറയാം. This was for the Israelite, the children of Israel, to reach Canaan. ഇത് ഇസ്രായേൽ മക്കൾക്ക് ആ കനാൻ ദേശത്ത് എത്തുവാൻ വേണ്ടി മാത്രമായിട്ടുള്ള വാഗ്ദത്തമാണ്. This was a word to one Joshua. ഇതൊരു യോശുവയ്ക്ക് വേണ്ടി മാത്രമുള്ള വാക്കാ. But today, എന്നാൽ ഇന്നോ looking at me and you, നിന്നെയും എന്നെയും നോക്കിക്കൊണ്ട് we are not Joshua. നമ്മൾ യോശുവമാരല്ല, We are children of നാം God. ദൈവത്തിന്റെ മക്കളത്രേ. We are children of God. ദൈവത്തിന്റെ മക്കളത്രേ നാം. Jesus did not say. യേശു ഇങ്ങനെ പറഞ്ഞില്ല. Jesus did not say, യേശു ഇങ്ങനെയല്ല പറഞ്ഞത്. my presence will go with you. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ എന്നല്ല. No. അല്ലല്ല. To children. ഓ പ്രിയ മക്കളെ, To a co-heir with God. ഓ ദൈവത്തോട് കൂട്ട അവകാശികളായി. Do you know what he said? താൻ എന്താ പറഞ്ഞത്? I will go with you. ഞാൻ നിന്നോട് കൂടെ. I will go with you. ഞാൻ നിന്നോട് കൂടെ. If you go, I go with you. നീ പോകുന്നിടത്ത് ഞാനുമുണ്ട്. Together. ഒരുമിച്ച്. ഒരുമിച്ച്. Let us face it. അതത്രേ യേശു. Hallelujah. Hallelujah. Only be strong. ശക്തി He പ്രാപിക്കുക. will never leave you nor forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, Come to ഉപേക്ഷിക്കില്ല. someone and say, forget everything and go for Jesus. അടുത്തിരിക്കുന്നകളോട് പറ, സകലതും മറന്ന് യേശുവിനായി ഓട്. Oh, forget everything. എല്ലാം മറക്ക്. Walk out and talk to someone about Jesus. ഓ അവിടെ പോയി ആരോടെങ്കിലും യേശുവിനെ കുറിച്ച് പറ. Talk to someone about Jesus. ആരോടെങ്കിലും യേശുവിനെ കുറിച്ച് പറ. I believe one thing. ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, Those who are really saved, വാസ്തവമായി രക്ഷിക്കപ്പെട്ടവർ they cannot keep quiet. അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. They cannot keep quiet. അവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. Oh, we are noted for our evangelism. നാം സുവിശേഷീകരണത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരാ. When Jesus rose up from the dead, യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തപ്പോൾ the Bible says, വേദപുസ്തകം പറയുന്നു, 40 days he is going with the disciples. 40 ദിവസം ശിഷ്യന്മാരോട് കൂടെയായിരുന്നു. Infallible proof ഓ മറികടക്കാൻ പറ്റാത്ത തെളിവ്, that he is alive. താൻ ജീവിക്കുന്നു എന്നുള്ളതിന് തെളിവ്. Went up. താൻ ഉയർന്നു, ഒരു Gave the സ്വർഗ്ഗാരോഹണം Holy ചെയ്തു. Spirit into them. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്നു. Hallelujah. Hallelujah. He did not give them money. അവർക്ക് പൈസ കൊടുത്തില്ല. He didn't give him notes. അവർക്ക് കുറിപ്പടി കൊടുത്തില്ല. He gave himself to them. തന്നെ അവർക്ക് കൊടുത്തു. Gave his name into them. തന്റെ നാമത്തെ അവരുടെ മേൽ പകർന്നു. Hallelujah. Hallelujah.
The Bible says, വേദപുസ്തകം പറയുന്നു, in the first day of Pentecost, പെന്തക്കോസ്തിന്റെ ഒന്നാം നാൾ when Peter stood to preach, പത്രോസ് പ്രസംഗിപ്പാൻ എഴുന്നേറ്റപ്പോൾ 3,000 baptized. 3000 പേര് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റു. Hallelujah. ഹല്ലേലൂയ. Peter and John പത്രോസും യോഹന്നാനും were going to the temple. അവർ ദൈവാലയത്തിലേക്ക് പോവുകയായിരുന്നു. Hallelujah. ഹല്ലേലൂയ. They saw a lame man. അവർ ഒരു മുടന്തനെ കണ്ടു. Oh, the lame man. ആ തളർന്ന വ്യക്തി, Suddenly, I believe, ഞാൻ വിശ്വസിക്കുന്നു പെട്ടെന്ന് the bell went into their head. അവരുടെ തലയ്ക്കകത്ത് മണി മുഴങ്ങി. This is an opportunity. ഓ, ഇതൊരു നല്ല അവസരമാണ്. അടുത്തേക്കാണ് പറഞ്ഞിട്ട് ഒരൊറ്റ അവസരം കളയരുത്. ആ ഒറ്റ അവസരം പോലും കളഞ്ഞു കളയരുത്. Hallelujah. ഹല്ലേലൂയ. Don't look at the impossibility. Look at the possibility in the impossibility. അസാധ്യങ്ങളെ നിങ്ങൾ നോക്കണ്ട, അസാധ്യങ്ങൾക്കകത്തുള്ള സാധ്യതകളെ നീ നോക്ക്. Hallelujah. ഹല്ലേലൂയ. The Bible says, വേദപുസ്തകം പറയുന്നു, Peter and John went to them. പത്രോസും യോഹന്നാനും അവന്റെ അരികിൽ ചെന്നു. 40 years lame. ഓ, 40 വർഷമായിട്ട് തളർന്നിരിക്കുന്നവനാണ്. Oh, they are looking at the possibility. ഓ, സാധ്യതകൾ അവർ നോക്കുകയാണ്. I want to tell you something. ഓ, ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം. If Jesus says go, യേശു പോക എന്ന് പറഞ്ഞാൽ it is not our anointing, it is not our specialty that things happen. ഓ, നമ്മുടെ അഭിഷേകമോ നമ്മുടെ പ്രത്യേകതകളോ കൊണ്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇറങ്ങി പുറപ്പെടാൻ ആരെങ്കിലും ഒന്ന് കർത്താവിനെ കിട്ടിയാൽ മതി. ആരെങ്കിലും. Hallelujah. ഹല്ലേലൂയ. Peter and John പത്രോസും യോഹന്നാനും went to that man. ആ മനുഷ്യന്റെ അരികിൽ ചെന്നു. Oh, silver and gold we have none. വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. Come on, raise. എഴുന്നേൽക്ക്. The Bible says, വേദപുസ്തകം പറയുക. hallelujah. ഹല്ലേലൂയ. Instantaneously, ആ നിമിഷം തന്നെ the man is dancing. ആ മനുഷ്യൻ തുള്ളിച്ചാടാൻ തുടങ്ങി. People are crowding. ഓ, ജനം കൂടാൻ തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. One infallible proof. ഓ, വലിയ തകർക്കാൻ പറ്റാത്ത തെളിവ്. No one can now stop anybody. ആർക്കും ആരെയും തടയുവാൻ പറ്റില്ല. I want to tell you, the gospel will furthermore with mighty signs and wonders. ഓ, സുവിശേഷം ഇനിയും വലിയ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മുന്നേറുക തന്നെ ചെയ്യും. Hallelujah. ഹല്ലേലൂയ. Some say like this, ചിലരിങ്ങനെ പറയാറുണ്ട്, if only we had some money, എന്റെ കയ്യിൽ ഒരു അല്പം പൈസ കൂടെ I ഉണ്ടായിരുന്നെങ്കിൽ could have done better. ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് I ചെയ്തേനെ. can tell you, ഞാൻ ഒരു കാര്യം money പറയാം, can do nothing. പൈസയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. Some people say, വേറെ ചിലരിങ്ങനെ if there പറയും, was someone to pray for me, then I could do. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ There എനിക്ക് is നന്നായി someone to ചെയ്യാം. pray. ഓ, ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ, There is someone to pray. നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുണ്ട്. There is someone to pray. നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരാളുണ്ട്. 24 hours, 24 മണിക്കൂറും 365 days, 365 ദിവസവും at the right hand of the Father. പിതാവിന്റെ വലതു ഭാഗത്ത് Jesus is interceding for you. യേശു നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. Turn to someone and say, the lost is not in the church, the lost is in the street. അടുത്തിരിക്കുന്ന ആളെ തോണ്ടി വിളിച്ചിട്ട് പറയും, നഷ്ടപ്പെട്ടു പോയവൻ സഭയ്ക്കകത്തല്ല, നഷ്ടപ്പെട്ടു പോയവൻ വഴിയരികിൽ ഓ പൊതുസ്ഥലത്താ ഉള്ളത്. Peter and John, പത്രോസും യോഹന്നാനും, this one man, ഈ ഒരൊറ്റ മനുഷ്യൻ, oh, there was a sudden flutter. പെട്ടെന്ന് അവിടെ വലിയ ഇളക്കമുണ്ടായി. Oh, people are crowding in. ജനമെല്ലാം ഓടിക്കൂടുവാൻ തുടങ്ങി. The Bible says, വേദപുസ്തകം പറയുക, through this one miracle, ഈ ഒരൊറ്റ അത്ഭുതത്താൽ 5,000 more baptized. 5000 പേരോട് സ്നാനമേറ്റു. Bible says, വേദപുസ്തകം പറയുന്നു, Acts chapter 4. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം. Oh, the Bible says, വേദപുസ്തകം പറയുക, what will there is a committee going on. അവിടെ ഒരു കമ്മിറ്റി കൂടുകയാ. Hallelujah. ഹല്ലേലൂയ. In verse 16, അതിന്റെ 16-ാമത്തെ വാക്യം, what shall we do with this man? For indeed a notable miracle has happened. അവർ ഇങ്ങനെ ആലോചിച്ചു, ഈ മനുഷ്യരെ എന്തു ചെയ്യണ്ടു? പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു. Churches are looking at all the threat that is coming. They don't see the harvest that is coming. സഭകൾ മുഴുവൻ അവർക്ക് നേരെ വരുന്ന ഭീഷണികളെ നോക്കുന്നു, പക്ഷേ അവർക്ക് മുമ്പിലുള്ള ആ വലിയ കൊയ്ത്തിനെ അവർ അവഗണിച്ചു കളയുന്നു. ഓ, ആണ്ട് അവരിത് പറഞ്ഞു, ആണ്ട് ഇവർ അത് പറഞ്ഞു. ഞാൻ പറയട്ടെ, പ്രത്യക്ഷത്തിലുള്ള അടയാളം. ആമേൻ. They gathered together അവർ ഒരുമിച്ച് കൂടി. and they said like this, അവരിങ്ങനെ പറഞ്ഞു, oh, what shall we do with them? ഈ മനുഷ്യരെ കുറിച്ച് നമ്മൾ എന്ത് For ചെയ്യണം? indeed a notable miracle has happened, പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു. and through them it is evident to all who dwell in Jerusalem. ആ ഈ അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമാണ്. ഇതൊരു പ്രവചനമായിട്ട് എടുത്തോണം. ആമേൻ. എല്ലാരും അറിയുന്നവർ, പട്ടണത്തിൽ എല്ലാരും തളർന്ന് ഉപേക്ഷിച്ച് കിടക്കുന്നവരെ നിങ്ങളുടെയും എന്റെയും കയ്യാലെ എഴുന്നേൽപ്പിച്ച് പട്ടണങ്ങൾ, രാജ്യം, കേരളം മുഴുവൻ അറിയുന്ന തരത്തിൽ അടുത്ത ലെവലിലേക്ക് അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. The Bible says, വേദപുസ്തകം പറയുന്നു, chapter 4, 4-ാം അധ്യായം, verse 17.
അതിന്റെ 17-ാം But so that it spreads no more further among the people, let us severely threaten them that from now on they don't speak in this name. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ, അത് ജനത്തിൽ അധികം പരക്കാതിരിക്കാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. വായിച്ചത്. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന്. യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കുകയും അരുത്, ഉപദേശിക്കുകയും അരുത്. ചിലർ പറയാറില്ല, നീ പോയത് പോയി, പിന്നെ ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടുപോകാനാണോ? എന്നാ ചെയ്യാനാ? യേശു വിളിച്ചപ്പം പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അടുത്തെങ്കിലും ആൾ പറഞ്ഞു, ആരെ അനുസരിക്കും? മനുഷ്യരെ അനുസരിക്കും അതോ കർത്താവിനെ അനുസരിക്കും? ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്. വേറെ എന്ത് വേണേലും ചെയ്തു. നിങ്ങൾ ആണ്ടത് സിനഗോഗ് ഉണ്ട്, അവിടെ പോയി ആരാധിച്ചോ, ഒരു കുഴപ്പമില്ല. ആ നാമം പറയരുത് പ്ലീസ്. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് പറയുമ്പോൾ ഞങ്ങളുടെ കസേര മൊത്തത്തിൽ കുലുങ്ങുക. നൗ അവർ പറയാം, ശരി ഞങ്ങൾ ഇനി പറയത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പോയി പറഞ്ഞാൽ കോടതിയെ ലക്ഷ്യമാവും. അതുകൊണ്ട് അവരപ്പം തന്നെ നിർത്തിയ പരിപാടി. അവർ തിരിച്ച് മറുപടി പറയാ. വായിച്ചേ. അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ, ദൈവത്തിനെ സൃഷ്ടിച്ചു വിട്ടവനല്ലോ, നിന്നെ പോലെ മൂക്കിലെ ശ്വാസം ഓടുന്നേ, ദൈവത്തിന്റെ മുമ്പിൽ ന്യായമോ എന്ന് വിധിപ്പി. ന്യായമെന്നോ നീ തന്നെ വിധിപ്പി. ഇത് കോടതിയാ. ശരി സാറേ, ഇനി ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ കോടതി ലക്ഷ്യമാണ്, നീ സമ്മതിച്ചു പോയത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞേക്കുക, എന്താ ദൈവസന്നിധിയിൽ നീ വിധിക്കുന്നവനല്ലേ, നീ ഒന്ന് തീരുമാനിച്ചേ, മനുഷ്യനാണോ ദൈവമാണോ വലുത്? എന്നിട്ട് പറ. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ കണ്ടതും കേട്ടതും പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം. കഴിയുന്നതല്ല. ഞങ്ങൾ വേറെ ഒന്നും ചെയ്യത്തില്ല, കണ്ടതും കേട്ടതും ഒന്ന് പറയുന്നേ ഉള്ളൂ. യേശു ഞങ്ങളെ സൗഖ്യമാക്കി, യേശു ഞങ്ങളെ വിടുവിച്ചു. ഇന്ന് സഭായോഗത്തിൽ പോയപ്പോൾ തളർന്നവൻ ചാടി എഴുന്നേറ്റു. കണ്ടതും കേട്ടതും മാത്രമേ ഞങ്ങൾ പറയത്തുള്ളൂ. ഞങ്ങൾ യേശുവിനെ മാത്രമേ പറയത്തുള്ളൂ. ഞങ്ങൾ കണ്ടതും കേട്ടതും മാത്രമേ. അത് പറയാത്തത് കൊണ്ട് ഇന്ന് കേരളത്തിൽ പലരും രക്ഷിക്കപ്പെടാതിരിക്കുന്നത്. കണ്ടതും കേട്ടവരും അവൻ്റെ മഹിമയെ തൊട്ടവരും മിണ്ടാതിരുന്നാൽ ഈ സുവിശേഷം ആരെ കേൾക്കും? അത് കഴിഞ്ഞിട്ടുണ്ടായതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ ശിഷ്യന്മാരെ, ആ മുഖന്മാരാണേലും വിവരമുള്ളവന്മാരാ. അവർ പ്രാർത്ഥിച്ചെന്നറിയാം, കർത്താവേ ഒരത്ഭുതം കൊണ്ട് 5000 കയറിയത്, സൗഖ്യമാക്കുന്ന നിന്റെ കരം നീട്ടുന്നതിനാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തി നടക്കുന്നതിനാൽ പ്രസംഗിക്കുവാൻ ധൈര്യം. ഹല്ലേലൂയ. Philippians chapter 3. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം. Oh wonderful Jesus. How many of you are getting stirred today? നിങ്ങളിൽ എത്ര പേരുടെ ഉള്ളിൽ ഒരു തീ കത്തുന്നുണ്ട്? How many of you will decide to talk about Jesus to everyone who crosses your way? നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഓരോ വ്യക്തികളോട് സുവിശേഷം പറയുവാൻ എത്ര പേരുടെ ഉള്ളിൽ തീരുമാനമെടുക്കും? Hallelujah. Hallelujah. Philippians 3:12. Not that I have already attained or am perfected. ഫിലിപ്പിയ ലേഖനം 3:12. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നത് അത്രയേ ഉള്ളൂ. Not that I have completed my race. ഞാൻ എൻ്റെ ഓട്ടം തികച്ചു എന്നല്ല. Not that I am going to retire. ഞാൻ ഇനി വിശ്രമിക്കാൻ പോകുന്നു എന്നല്ല. Paul, who has run for Jesus, പൗലോസ് യേശുവിന് വേണ്ടി ഓടിയ വ്യക്തി, he says, താൻ പറയുക, not that I have attained, എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നല്ല, not I am being perfect, ഞാൻ തികഞ്ഞവനായി എന്നുമല്ല, but I want to get hold of. എനിക്ക് അവനെ ഒന്ന് പിടിക്കണം. The reason why God got hold of me, ദൈവം എന്നെ പിടിച്ചതിന്റെ കാരണം അതാണ്. എനിക്ക് ഒരു കാര്യം അറിയാം. ആമേൻ. എന്നെ കർത്താവ് തിരഞ്ഞെടുത്തത്. Yes. അത് എന്തിനാ തിരഞ്ഞെടുത്തത്? ആ കാരണം ഞാൻ ഇന്നും ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വർഗീയ ഇന്നലെ
ഓരോ കുടുംബാംഗങ്ങളോട് ഞാൻ പറയാം, വെറുതെ വിളിച്ചതല്ല. നിങ്ങളോർത്തെ കടബാധ്യത മാറാൻ എങ്ങോട്ട് കയറ്റിയെന്ന്, അത് മാറുക മാത്രമല്ല, പക്ഷെ വിളി വേറെയൊന്ന്, അവന് വേണ്ടി അന്ത്യത്തോളം ഓടുവാൻ. Not that I have been perfected. ഞാൻ തികഞ്ഞവനായി എന്നല്ല, but I press on. ഞാൻ മുന്നേറുകയാ. Press on. അവനെ പിടിക്കാമോ എന്ന് വെച്ച് മുന്നോട്ട് പോകുന്നു. Pressure is on. എന്റെ മേലെ നിർബന്ധമുണ്ട്. Therefore, അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു. ഒന്ന് പറഞ്ഞ ഒന്ന് ഞാൻ ചെയ്യണം. ഒന്ന് ഞാൻ ചെയ്യണം. ഒന്ന് പറഞ്ഞ ഒന്ന് ഞാൻ ചെയ്യണം. ഒന്ന് ഞാൻ ചെയ്യണം. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഒന്ന് ഞാൻ ചെയ്യണം. അടുത്തിരിക്കാൻ പറഞ്ഞേ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിലിരിക്കാനല്ല, ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല, ചിലത് ചെയ്യണം. ഒന്ന് ഞാൻ ചെയ്യുന്നു. പിമ്പിലുള്ളത് മറന്നും പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. എനിക്കൊരു ലാക്കുണ്ട്. ഞാൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. ഐ എം ഗോയിങ് ടു റൺ. ഞാൻ ഓടാൻ പോവുകയാണ്. അതിന്റെ കാരണമുണ്ട്. താഴെ താൻ പറയാ, എന്റെ പൗരത്വം സ്വർഗത്തിലാ. ആമേൻ. അടുത്തിരിക്കുന്ന പറഞ്ഞ ആയണം. ആയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആർക്കും പിന്നെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ആയുന്നത് എന്തിനാണെന്നറിയോ? മുന്നോട്ട് ചാടാനായിട്ടാ. ഹല്ലേലൂയ. അവരോട് പൗലോസ് പറയാ, therefore I tell you rejoice. നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. എല്ലാത്തിലും സ്തോത്രത്തോടെ അവനോട് പറഞ്ഞ്, നിന്റെ ഓട്ടം അങ്ങ് ഓടിക്കൊണ്ടിരുന്നോ, പുറയിൽ നിന്റെ അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും. ഈ ലോകത്തിൽ നിനക്ക് എന്താ വേണ്ടിയത്, അതിനെക്കുറിച്ച് നീ വിചാരപ്പെടേണ്ട. ഓട്ടം മുമ്പോട്ട് ആഞ്ഞോണ്ട് 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 നീ നിൽക്കുമ്പോൾ പിന്നിലത്തെ സാഹചര്യം മാറിക്കൊണ്ടേയിരിക്കും. Many people are giving still excuses. പലരും ചെറിയ ചെറിയ ഒഴികഴിവുകൾ പറയുന്നു. എൻ്റെ കടബാധ്യത മാറിയിട്ടില്ല, എൻ്റെ ഇതില്ല, എൻ്റെ വാടക കൊടുക്കാൻ എനിക്കില്ല. ആ പറഞ്ഞ സാധനമൊക്കെ ഇവിടെ നിൽക്കട്ടെ. അതിനെ ഒരു പ്ലാറ്റ്ഫോം ആക്കി നിർത്തി അതിൻ്റെ പുറത്തൊന്ന് ബേസ് ചെയ്ത് ഒറ്റ കുതിക്കുമ്പോൾ രണ്ട് കാര്യം നടക്കും. ഒന്ന്, അത് താന്നും പോവും. സ്വർഗത്തിലെ പൗരൻ എന്ന നിലയിൽ നിനക്ക് പ്രതിഫലവും കിട്ടും. Turn to someone and say, stop making excuses. അടുത്തിരിക്കുന്നയാളെ തൊട്ടുകൊണ്ട് പറഞ്ഞേ, ഒഴികഴിവുകൾ പറയുന്നത് നിർത്ത്. ഇന്ന് 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 മണിക്കൂറിൽ നിന്ന് പറഞ്ഞാലും അവിടം വെച്ച് കർത്താവിനോട് ഇതാ പറഞ്ഞത്. എൻ്റെ സ്വർഗീയ വിരുന്നിലെ ഓരോ കുടുംബാംഗങ്ങളോടും പറയണം, വന്ന വഴിയിൽ മറക്കല്ല, സ്നാനപ്പെട്ട ദിവസം മറക്കല്ല, ധരിപ്പിച്ചത് എന്താന്ന് മറക്കരുത്, സകല അധികാരമാ ധരിപ്പിച്ചത്, സകല നന്മയുമാ ധരിപ്പിച്ചത്, ആവശ്യമുള്ളതെല്ലാമാ ധരിപ്പിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രോഗികളായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. യേശുവിൽ നിന്ന് നിങ്ങളുടെ സൗഖ്യം പിടിച്ചെടുത്തോണം. അതുകൂടാതെ സാമ്പത്തികമായി തകർന്ന ഒരുപാട് പേരെന്നെ കേൾക്കുന്നുണ്ട്. ആ സാമ്പത്തിക തകർച്ചയിൽ കർത്താവ് നിങ്ങൾക്ക് കൂടെ നിന്ന് സാമ്പത്തിക വിടുതൽ തരുവാൻ വളരെ താല്പര്യം യേശുവിനുണ്ട്. നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെടുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ കർത്താവെ, ആ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൻ്റെ വേദനകൾ വിട്ടുമാറട്ടെ. വിട്ടുമാറാത്ത തലവേദനയുമായിട്ട് വ്യക്തികൾ എന്നെ കേൾക്കുന്നു. ആ തലവേദന മാറട്ടെ. തലവേദന കൂടിയിട്ട് ഛർദ്ദിക്കുന്ന അനുഭവമുള്ള വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗബന്ധനത്തെ ഞാൻ അഴിക്കുക. കണ്ണുകളുടെ കാഴ്ച തകരാറുകൾ മാറട്ടെ. കണ്ണിൽ തിമിരം മൂലം കാഴ്ച മങ്ങിയ വ്യക്തി, അതുപോലെ തന്നെ ഡയബറ്റിസ് മൂലം കണ്ണിൻ്റെ കാഴ്ച മങ്ങിയ വ്യക്തികളിൽ നിന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ കണ്ണുകൾ തുറന്നു വരട്ടെ. ഡയബറ്റിസ് രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ കർത്താവ്, കിഡ്നി പ്രോബ്ലമായിട്ട്, കിഡ്നി സ്റ്റോണായിട്ടും കിഡ്നി നീര് വന്നതും അവസ്ഥയിലൊക്കെ വ്യക്തികൾ നിന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ലിവർ സിറോസിസിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. കൂടാതെ മരണഭയത്താൽ ഭാരപ്പെടുന്ന വ്യക്തികൾ നിന്നെ കേൾക്കുന്നു. ഞാൻ മരിച്ചു പോകും എന്നുള്ള ഭയം അവരുടെ ഹൃദയത്തിൽ വല്ലാതെ അലട്ടുന്ന അവസ്ഥയിൽ അവരായിരിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആ മരണഭയത്തെ ഞാൻ ശാസിക്കുന്നു.
ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്നുള്ള ദൈവവചനം അവരുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടട്ടെ. കർത്താവെ, അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ, വലിയ ധൈര്യം ആ മക്കൾക്ക് നൽകിയിരിക്കാൻ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിക്കുക. കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം. എല്ലാം യേശുവിൻ്റെ പുണ്യനാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് എത്ര നല്ല കർത്താവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതം നടന്നു കഴിഞ്ഞാൽ, ആ വേദന മാറിക്കഴിഞ്ഞാൽ, ആ മുഴ കാണാനില്ല, ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഡയബറ്റീസ് രോഗികൾ, നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ സൗഖ്യമായി കഴിഞ്ഞു. ഈ സൗഖ്യത്തിൻ്റെ ഒക്കെ സാക്ഷികൾ ഞങ്ങളെ വിളിച്ചറിയിക്കുവാൻ മടിക്കരുത്. നിങ്ങൾക്ക് ഏത് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ചറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഈ സമയത്ത് ഇതേ ചാനലിൽ വീണ്ടും കാണാം. അതുവരെ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ, തൻ്റെ ചിറകിൻ മറവിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി, സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും നാളെ രാവിലെ 10 ഈരാറ്റുപേട്ടയിൽ. 2015 മെയ് 23 ശനി, PTMS പുളിക്കൽ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കാട്ടാക്കടയിൽ. മെയ് 28 വ്യാഴം രാവിലെ 10 കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ചവറയിൽ. മെയ് 29 വെള്ളി രാവിലെ 10 SGK ഓഡിറ്റോറിയം, ബസ് സ്റ്റാൻഡിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കൊട്ടാരക്കരയ്ക്ക് സമീപം ചെങ്ങമനാട്ട്. മെയ് 30 ശനി രാവിലെ 10 അരോമ ഓഡിറ്റോറിയം. प्रेम की परिभाषा को प्रेम का सागर है तू, चांदी का राजकुमार है तू.